നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പും പോലീസും പലതരത്തിലുള്ള പഴികൾ കേൾക്കാറുണ്ട്. കേരള തമിഴ്നാട് അതിർത്തിയായ പാറശാലയ്ക്കടുത്തുള്ള കന്യാകുമാരി ജില്ലയിലെ പളുകൽ പ്രദേശത്തെ മനുഷ്യർ പുതിയൊരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പെറ്റി തികയ്ക്കാൻ തമിഴ്നാട്ടിൽ കടന്ന് കേരള മോട്ടോർ വാഹന വകുപ്പ് പിഴ ഈടാക്കുന്നു എന്നുള്ളതാണ് പരാതി. കേരള മുഖ്യമന്ത്രിക്ക് മുമ്പിൽ എത്തിക്കാനാണ് ഇവിടുത്തെ നാട്ടുകാരുടെ തീരുമാനം. വിചിത്രമായ ഒരു പെറ്റിക്കഥയാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കേരളത്തിലും, രണ്ടടി പിന്നോട്ട് വെച്ചാൽ അത് തമിഴ്നാട്ടിലുമാണ്. ഇവിടെ മുതലുള്ള റോഡ് അത് പണി കഴിപ്പിച്ചിരിക്കുന്നത് തമിഴ്നാട് സർക്കാരും. ഈ റോഡിന് ഇരുവശവും തമിഴ്നാടായിട്ടും ഈ റോഡിലൂടെ കടന്നു പോകുന്ന ആളുകളെ കേരള മോട്ടോർ വാഹന വകുപ്പ് നിരന്തരം പെറ്റിയടിച്ച് ഉപദ്രവിക്കുന്നുവെന്നാണ് ഇപ്പോഴുയരുന്ന പരാതി. തിരുവനന്തപുരം തമിഴ്നാട് അതിർത്തി, പാറശാലയ്ക്കപ്പുറം ഇഞ്ചിവിള തൊട്ടാൽ തമിഴ്നാട്. അങ്ങോട്ടും ഇങ്ങോട്ടും കയറി രണ്ട് സംസ്ഥാനങ്ങളുടെയും പ്രദേശങ്ങളുണ്ട്. പാറശാലയിൽ നിന്ന് വെള്ളറടയിലേക്കുള്ള റോഡിന്റെ പകുതി ഭാഗം തമിഴ്നാടാണ്. ഇവിടുത്തുകാരാണ് ഇപ്പോൾ കേരള മോട്ടോർ വാഹന വകുപ്പിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ പരാതി പളുകൽ സ്വദേശി മിഥുന്റേതാണ്. ഇക്കഴിഞ്ഞ ഡിസംബർ 12-ന് സുഹൃത്തിന്റെ വാഹനത്തിൽ സഞ്ചരിക്കവേ കന്യാകുമാരി ജില്ലയുടെ ഭാഗമായ പളുകൽ കയറ്റത്തിൽ വെച്ച് പിന്നാലെ വന്ന കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ മിഥുന്റെ ചിത്രമെടുത്തു. 4 ദിവസം മുൻപാണ് വാഹന ഉടമയായ സുഹൃത്ത് ഓൺലൈനിൽ പരിശോധിച്ചപ്പോൾ പിഴ ചുമത്തിയതായി കണ്ടെത്തിയത്. വിവിധ വകുപ്പുകളിലായി 6000 രൂപയാണ് മോട്ടോർ വാഹന വകുപ്പ് പിഴ ചുമത്തിയത്. 6000 രൂപ போட்டிருக்காங்க. தமிழ்நாடு வண்டி தமிழ்நாட்டில் வச்சு தான் அடிச்சுக்காங்க. ஆனால் அந்த பெட்டியில் வந்து பழுகல் என்ன மென்ஷன் பண்ணாமல் பாறசாலான்னு கொடுத்துருக்காங்க, கேரளான்னு. ஆனால் நான் நின்றது இந்த இடம் தான், இந்த போஸ்ட்டு அது பக்கத்தில் தான் நின்றுருக்கேன். ஆனால் எதுக்குன்னு தெரியாது. തമിഴ്നാട് പ്രദേശത്ത് കടന്ന് കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് ചിത്രങ്ങളെടുത്ത് പിഴയിടാക്കുന്നത് പതിവാണെന്ന് പ്രദേശവാസികൾക്ക് പരാതിയുണ്ട്. இந்த பகுதியில் எப்போ இதே மாதிரி தான் சார். அவங்க வெள்ளர்டா ரவுண்ட்ஸுக்கு போகும்போது ஏதாவது வண்டி பார்த்தாங்க இதே மாதிரி பெட்டி போடுவாங்க. நிறைய பசங்களுக்கு வந்திருக்கு இதே மாதிரி. ஆனால் யாருமே இவ்வளோ பெரிய எமௌண்ட் வரல, சின்ன எமௌண்ட் வந்திருக்கு. ஆனால் எனக்கு 6000 രൂപ വന്നിருக்கு. തമിഴ്നാട്ടിൽ ഇരുചക്ര വാഹനങ്ങളുടെ പിന്നിൽ യാത്ര ചെയ്യുന്നവർക്ക് ഹെൽമറ്റ് വെച്ചില്ലെങ്കിൽ കർശനമായി പിഴ ഈടാക്കാറില്ല. നിയമലംഘനമാണെങ്കിലും അതിർത്തി കടന്ന് എന്തിന് പിഴ ഈടാക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. തുടർച്ചയായി ആവർത്തിക്കുന്നതിനാൽ കേരള മുഖ്യമന്ത്രിക്കും ഗതാഗത വകുപ്പ് മന്ത്രിക്കും പരാതി നൽകാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. പിഴ സംബന്ധിച്ച് പരാതിയുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാമെന്ന് പാറശാല മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നു. കേൾക്കുമ്പോൾ ഇതത്ര വലിയ സംഭവമാണോ എന്ന് തോന്നാം. പക്ഷേ രണ്ട് സംസ്ഥാനങ്ങൾക്കിടയിലുള്ള പ്രശ്നമാണ്. കേരള മോട്ടോർ വാഹന വകുപ്പ് മാസാമാസമുള്ള പെറ്റി തികയ്ക്കാൻ തമിഴ്നാട് അതിർത്തിയിൽ കയറി പെറ്റിയടിക്കുന്നുവെന്നാണ് ആക്ഷേപം. ആ ആക്ഷേപം ചെറുതല്ല. വിഷയം പരാതിയായി തന്നെ സർക്കാരിൻ്റെ മുൻപിലെത്തും. പോം വഴി എന്താണ് എന്നതാണ് കൗതുകം. ക്യാമറമാൻ നന്ദകിഷോറിനും രാജേഷിനുമൊപ്പം ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. കേരളത്തിൽ നിന്നും പെറ്റിയടപ്പിക്കാനുള്ള കേസുകൾ കിട്ടാത്തത് കൊണ്ടാണോ പെറ്റി തേക്കാൻ തമിഴ്നാട്ടിൽ കടന്ന് പിഴ ഈടാക്കുന്നത് എന്നാണ് പ്രദേശവാസികൾ ചോദിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധവും അവരുടെ ഭാഗത്തുനിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളിൽ, പ്രതികരണങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. കാണാം നാട്ടുകാരുടെ പ്രതികരണം. അവരടിക്കേണ്ട യാതൊരു കാര്യമില്ല. എന്ന് വെച്ചാൽ തമിഴ്നാട് ഹെൽമെറ്റ് നിർബന്ധമല്ല. അതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതേപോലെ തമിഴ്നാട് ബോർഡറിൽ കയറി അവർ ഇതേപോലെ പെറ്റി അടിക്കുകയാണ്. കേരള ബോർഡർ കേരള ആർടിഒക്ക് ചെയ്യാം. ഈ തമിഴ്നാട്ടിലോട്ട് കയറി ചെയ്യാൻ പാടില്ല. അവർക്ക് നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പെറ്റിയുടെ മെസ്സേജൊക്കെ വരുന്നത്. പക്ഷെ അതൊരു നല്ലൊരു നടപടിയല്ല. വീട്ടു പക്കത്തിലേക്ക് വണ്ടിയെല്ലാം ഫോട്ടോ എടുത്തിട്ട് പോയി சாயந்தரம் பெட்டி அனுப்பி தான் சில தொழிலாக இருக்குது. இது ஸ்திரமாக இங்கே நடக்கிற ஒரு பிரச்சனையே இதுதான். அது ஏன் இப்படி நடக்கிறன்னு மட்டும் எங்களுக்கு தெரியாது.